മിസ നാടകം വീണ്ടും വേദിയിൽ എത്തിക്കാൻ ഡിവൈഎഫ്ഐ. സംസ്ഥാന സമ്മേളന വേദിയിൽ തന്നെ നാടകം വീണ്ടും അവതരിപ്പിക്കാനാണ് നീക്കം. സമാപന സമ്മേളനത്തിൽ അടക്കം നാടകം വീണ്ടും അവതരിപ്പിച്ചേക്കും. നാടകത്തിനെതിരെ ഒരു വിഭാഗം ശക്തമായി രംഗത്തെത്തിയ പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. കഴിഞ്ഞ ദിവസമായിരുന്നു മിസ നാടകം തൃശൂരിലെ ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളന വേദിയിൽ അവതരിപ്പിച്ചത്. അടിയന്തരാവസ്ഥക്കാലത്ത് ഭരണകൂട പീഡനങ്ങൾക്കിരയായി കൊല്ലപ്പെട്ട പ്രശസ്ത നാടക പ്രവർത്തക സ്നേഹലതാ റെഡ്ഡിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള നാടകത്തെ ചൊല്ലിയാണ് ഇപ്പോൾ വാദപ്രതിവാദങ്ങൾ ശക്തമാകുന്നത്. ഒറ്റ രാത്രി കൊണ്ട് ശ്വാസം മുട്ടി. ചോദ്യം ചോദിക്കുന്നത് കുറ്റമായി, കവിത എഴുതുന്നത് ഗൂഢാലോചനയായി, നാടകം അവതരിപ്പിക്കുന്നത് രാഷ്ട്രവിരുദ്ധതയായി, മൗനം മാത്രം സുരക്ഷയായി പ്രഖ്യാപിക്കപ്പെട്ടു. ആ രാത്രിയിൽ ആയിരക്കണക്കിന് മനുഷ്യരെ വാറണ്ട് പോലുമില്ലാതെ വീടുകളിൽ നിന്നും വലിച്ചിഴച്ച് ജയിലിൽ അടച്ചു. ആയിരം ഒരു പേര് ഭരണകൂടത്തിന്റെ ഭയമായി മാറി. നാടക പ്രവർത്തക, എഴുത്തുകാരി, രാഷ്ട്രീയ പ്രവർത്തക, അവരുടെ ശബ്ദം അത് ഭരണകൂടത്തിന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. നാടകത്തിലെ കേന്ദ്ര കഥാപാത്രത്തിന്റെ വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം ഒരു വിഭാഗം ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. നാടകത്തിന്റെ 9ാമത്തെ വേദിയായിരുന്നുവെന്നും അന്ന് ഇല്ലാത്ത സദാചാരബോധമാണ് ഇപ്പോൾ ചിലർക്ക് ഉണർന്നിരിക്കുന്നത് എന്നും കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിന്നൂസ് ചിലങ്ക പ്രതികരിച്ചു. മിസ എന്ന നാടകം ജനങ്ങളോട് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണകൂട ഭീകരതയെക്കുറിച്ചാണ്. അത് 1975 അടിയന്തരാവസ്ഥയിൽ നിന്ന് തുടങ്ങി ഇന്നത്തെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന BJP സർക്കാരിൻ്റെ ഭരണകൂട ഭീകരതകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് മിസ സംസാരിക്കുന്നത്. ഭരണകൂടത്തിന്റെ ഭീകരതയ്ക്കെതിരെ ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇല്ലെങ്കിൽ ശ്വാസം മുട്ടി മരിക്കാനാണോ നിങ്ങളുടെ തീരുമാനം? ഞാൻ ഇനിയും നാടകം ചെയ്യും. സ്നേഹലതാ റെഡ്ഡിയായും ബിൽക്കിസ് ബാനുവായും മണിപ്പൂരിൽ നഗ്നരാക്കപ്പെട്ട സ്ത്രീകളായും ഹൈപേഷിയായും ലബാർ റാഡിക്കായും ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ വരും. അതേസമയം നാടകത്തെ വിമർശിക്കുന്നവർക്കെതിരെ ഡിവൈഎഫ്ഐ രംഗത്തെത്തി. ജോയ് മാത്യു അടക്കമുള്ള നടന്മാർ നാടകത്തെ അനുകൂലിച്ച് രംഗത്ത് വരികയും ചെയ്തു. വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്താണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നത്. സജിത്ത്, മിസ എന്ന നാടകം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ആ നാടകത്തിൻ്റെ പ്രമേയത്തെക്കാൾ ഉപരിയായി അതിലെ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ വസ്ത്രധാരണത്തെയാണ് വലിയ തോതിൽ വിമർശിക്കുന്നത്. ആ നാടകത്തിൻ്റെ പ്രമേയം എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്നേഹലതാ റെഡ്ഡിയെ ആസ്പദമാക്കിക്കൊണ്ടുള്ളതാണ്. 1977 കാലഘട്ടത്തിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട സ്നേഹലത പിന്നീട് രക്തസാക്ഷിത്വം വഹിച്ചിരുന്നു എന്നതാണ്. ഇപ്പോൾ അത് പ്രമേയമല്ല ചർച്ച ചെയ്യപ്പെടുന്നത്, മറിച്ച് അതിലെ വസ്ത്രധാരണമാണ്. ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾ വസ്ത്രധാരണത്തിന് നേരെ നടക്കുന്നു. അതേസമയം അതിനെ ഡിവൈഎഫ്ഐ അടക്കം ചോദ്യം ചെയ്യുകയുമാണല്ലോ. ഏത് തരത്തിലാണ് ഈ നാടകം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളന വേദിയിലാണ് മിസ എന്ന നാടകം അവതരിപ്പിക്കുന്നത്. മുമ്പ് പല വേദികൾ, ഏകദേശം 9 വേദികളാണ് ഇതിനു മുമ്പ് ഈ നാടകം അവതരിക്കപ്പെട്ടിരുന്നത്. അന്നൊന്നും ഉണ്ടാവാത്ത വിവാദം ഇപ്പോഴുണ്ടായി എന്നതാണ് സംഘാടകർ പറയുന്നത്. നേരത്തെ നാടക പ്രവർത്തക ചിന്നൂസ് ചിലങ്കയൊക്കെ പറഞ്ഞതുപോലെ മുമ്പും ഇവരിത് അവതരിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ ഈ വേദിയിൽ വരുമ്പോൾ അത് വിവാദമാകുന്നു എന്നാണ് സാഹചര്യം. എന്തായാലും സമൂഹ മാധ്യമങ്ങളിലടക്കം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും അവരുടെ വസ്ത്രധാരണ രീതി മാത്രം ചോദ്യം
കൈകാര്യം ചെയ്യപ്പെടുന്നതിൽ വലിയ വിമർശനങ്ങളും ഉണ്ടാകുന്നു. ഇടതുപക്ഷ ഇടങ്ങളിൽ മാത്രമല്ല മറ്റിടങ്ങളിലും ഈ വിമർശനത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. എന്തായാലും DYFI ഇപ്പോൾ ഈ നാടകം വീണ്ടും പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് വരികയാണ്. സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന വേദിയിലടക്കം ഇത് അവതരിപ്പിക്കുമെന്നാണ് സംഘാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ചില നീക്കങ്ങൾ. അത്തരം ചില സൂചനകളാണ് വരുന്നത്. എന്തായാലും ഈ വിവാദം അത് വലിയ ചർച്ചയാക്കാൻ തന്നെയാണ് DYFI ഒരുങ്ങുന്നത്. ഇതിനിടയിൽ പൊതുവിൽ നാടക പ്രവർത്തകരടക്കം ഈ നാടകത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ജോയ് മാത്യു അടക്കമുള്ള പൊതുവിൽ ഇടതുപക്ഷ വിമർശകരായ CPM വിമർശകരായ ജോയ് മാത്യു അടക്കമുള്ളവർ ഈ നാടകത്തിൻ്റെ ഉള്ളടക്കത്തെ അനുകൂലിക്കുന്നു. എന്നാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ DYFI വേദി ആണ് എന്ന രീതിയിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആ രീതിയിൽ വന്നതൊക്കെയാണ് അദ്ദേഹം വിമർശനമായി ഉന്നയിക്കുന്നത്. അതിനപ്പുറം നാടകത്തെ പിന്തുണച്ചുകൊണ്ടാണ് ജോയ് മാത്യു അടക്കമുള്ളവർ രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പൊതുവിൽ വലിയ ചർച്ചയാണ് ഇടവെക്കുന്നത്. ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രത്യേകിച്ചും ചില റൈറ്റ് ഗ്രൂപ്പുകളിൽ നിന്നും വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് ഈ നാടകത്തിൻ്റെ നാടക പ്രവർത്തക അതിനിടയിൽ ഉപയോഗിച്ച അവരുടെ വസ്ത്രധാരണ രീതിയെ മാത്രം ഉപയോഗിച്ചു കൊണ്ടുവരുന്നത്. നമുക്കറിയാം നാടക പ്രവർത്തകരുടെ സ്വാതന്ത്ര്യം, നാടകത്തിൽ ഉപയോഗിക്കുന്ന വസ്ത്രധാരണമൊക്കെ അത് കഥാപാത്രവും ഒപ്പം തന്നെ അതിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടതാണ്. മുൻകാലങ്ങളിലൊക്കെ അതുണ്ടായിട്ടുള്ളതാണ്. പക്ഷേ ഇത് ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്തുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രചരണം നടക്കുന്നു. അത് DYFIയുടെ വേദിയിൽ വന്നതുകൊണ്ടാണ് ആ നീക്കം ഉണ്ടാവുന്നത് എന്നൊക്കെയാണ് സംഘാടകർ ഉയർത്തുന്ന വിമർശനം. എന്തായാലും വലിയ ചർച്ചയായിരിക്കുകയാണ് മിസ എന്ന നാടകം, ആ നാടകത്തിൻ്റെ ഇതിവൃത്തവും ഒപ്പം ആ വസ്ത്രധാരണ രീതികളും. എന്തായാലും ഇതിനെതിരെ വലിയ നീക്കമാണ് ഇപ്പോൾ DYFIയും നടത്തുന്നത്. അതിനെ പ്രതിരോധിക്കാനാണ് അവരുടെ നീക്കം. അതുകൊണ്ട് ഈ വേദിയിൽ വീണ്ടും ഇത് അവതരിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ സംഘാടകരുടെ ആലോചന. യെസ്, സജിത്ത് പറയുന്നത് പോലെ നേരത്തെ 8 വേദികളിൽ അവതരിപ്പിക്കപ്പെട്ട നാടകമാണ്. 9ാമത്തെ വേദിയായിരുന്നു ഇത് എന്നാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത നാടകപ്രവർത്തകർ തന്നെ പറയുന്നത്. ഇതിലിപ്പോൾ നമുക്കറിയാമല്ലോ ഈ കാലഘട്ടത്തിലും വിമർശനങ്ങൾ ഈ മട്ടിലാണ് എന്നതാണ്. ഇപ്പോൾ ഒരു കാലഘട്ടത്തിലൊക്കെ കലാരംഗത്ത് സ്ത്രീകൾക്ക് അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. സ്ത്രീവേഷങ്ങൾ കെട്ടിയിരുന്നത് പുരുഷന്മാരാണ് എന്ന് നമുക്കറിയാം. പിന്നീടിപ്പോൾ സ്ത്രീകൾക്ക് കലാരംഗത്ത് വലിയ ഇടം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ ഇപ്പോഴും സ്ത്രീകൾക്ക് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റാത്ത സ്കൂളുകളിൽ വിദ്യാഭ്യാസം പോലും അനുവദിക്കാത്ത രാജ്യങ്ങൾ ഇപ്പോഴുമുണ്ട്. അതിന് സമാനമാകുന്ന തരത്തിലാണ് ചില വിമർശനങ്ങൾ എന്നതാണല്ലോ ഏറെ ഈ സമൂഹത്തിന് നിരക്കാത്തത് എന്ന നിലയിൽ കൃത്യമായി പറയേണ്ടി വരുന്നത് സജിത്ത്. തീർച്ചയായും. മാത്രമല്ല അതിൻ്റെ വസ്ത്രധാരണ രീതിയിൽ എന്താണ് പ്രശ്നം എന്ന ചോദ്യം നമുക്കും ഒരു പക്ഷം നിന്ന് തന്നെ ഉന്നയിക്കാനാകും അഭിലാഷ്. കാരണം എന്താണ്, നമുക്കതിന് മാത്രം ഒരു പ്രശ്നമില്ല. ആ കഥാപാത്രം ആവശ്യപ്പെടുന്ന അതല്ലെങ്കിൽ സ്നേഹലത റെഡ്ഡി എന്ന അടിയന്തരാവസ്ഥക്കാലത്ത് അങ്ങേയറ്റം പീഡനം അനുഭവിച്ച കൽത്തുറങ്കിൽ അടയ്ക്കപ്പെട്ട ഒടുവിൽ രക്തസാക്ഷിയാവേണ്ടി വന്ന ആ വനിതയുടെ കഥാപാത്രം അവതരിപ്പിക്കുമ്പോൾ വേണ്ടി വരുന്ന ഒരു വസ്ത്രധാരണം മാത്രമാണ് അതിൽ ഉണ്ടായിരിക്കുന്നത് എന്ന ചോദ്യം കൂടിയാണ് ഉണ്ടാവുന്നത്. പിന്നെ എന്തിനാണ് ആ തരത്തിൽ വിമർശനം എന്ന ചോദ്യം കൂടിയാണ് ഉണ്ടാവുന്നത്. ഒരു നാടകത്തിൽ ഒരു കഥാപാത്രം ഇത്തരം ഒരു വസ്ത്രധാരണം നടത്തുമ്പോൾ മാത്രം എന്തിന് ഇതെന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. തീർച്ചയായും അവിടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്, നടിയായിരുന്നു, എഴുത്തുകാരിയായിരുന്നു, നർത്തകിയായിരുന്നു. അങ്ങനെ കന്നഡ സാഹിത്യരംഗത്ത് വിപ്ലവത്തിന് തിരികൊളുത്തിയ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വത്തെ, അങ്ങനെ ഒരു ആളെ തടങ്കലിൽ ആക്കിയ, സ്നേഹലതയെ തടങ്കലിൽ ആക്കിയതിന് ശേഷം സ്നേഹലത എന്ന ആ നാടകപ്രവർത്തകയ്ക്ക്, നടിക്ക്, നർത്തകിക്ക്, വിപ്ലവ പോരാളിക്ക് തടവറയിൽ ഉണ്ടാകേണ്ടി വന്ന പീഡനം, ആ പീഡനത്തെക്കുറിച്ചാണ് ഈ നാടകത്തിൻ്റെ പ്രമേയം എന്നതാണ് എടുത്തു പറയേണ്ടത്. സ്നേഹലതയുടെ ഡയറി കുറിപ്പുകൾ പീഡനങ്ങളുടെ ഭീകരത പുറത്തു കൊണ്ടുവന്നതാണ്. വെളിച്ചവും വായുവും കടക്കാത്ത കുടിസായ മുറിയിൽ ആയിരുന്നു സ്നേഹലതയ്ക്ക് തടവു ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്. ആരെയും കാണാൻ അനുവദിച്ചിരുന്നില്ല. തണുപ്പ് അകറ്റാനുള്ള വസ്ത്രം പോലും നൽകിയിരുന്നില്ല. പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ പോലും നൽകിയിരുന്നില്ല. ആ കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ഈ നാടകത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ടത് എന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.